നമസ്കാരം. പതിരും കതിരും. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി വടിക്കൂ നമ്പൂരി എന്ന് വിമോചന സമരകാലത്ത് EMS നമ്പൂതിരിപ്പാടിനെതിരെ ഒരു മുദ്രാവാക്യം ഉയർന്നിരുന്നു. പാർട്ടി സമ്മേളനകാലത്ത് എറണാകുളത്തും ഇതുപോലൊരു മുദ്രാവാക്യം പാർട്ടിക്കുള്ളിൽ മുഴങ്ങി. ചർച്ചയിൽ വിലസാൻ കഴിയില്ലെങ്കിൽ താടി വടിക്കൂ അരുൺകുമാറെ. പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തറിയാവുന്ന KS അരുൺകുമാർ അങ്ങനെ താടി വടിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വിപ്ലവത്തിൻ്റെ ലവണങ്ങൾ ഇട്ടുകൊടുത്ത് നട്ടു നനച്ചു വളർത്തിയ താടിയായിരുന്നു അരുൺകുമാർ പിന്നിലുപേക്ഷിച്ചത്. ആളറിയാതെ തൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നവരോട് ഇപ്പോൾ അരുൺകുമാർ പറയുന്നു, തുറിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനാ. ശബ്ദം കേട്ടാൽ ഉടൻ ആളെ തിരിച്ചറിയും. പതിവായി സന്ധ്യാനേരങ്ങളിൽ ചാനലുകളിൽ വന്നിരുന്ന് മോങ്ങുകയും തേങ്ങുകയും ചെയ്യുന്ന ഒരാളിൻ്റെ ശബ്ദം. എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ പരേഡ് നയിക്കാനാണ് CPMൻ്റെ ചാനൽ ചാവേറായ അരുൺകുമാർ താടി വടിച്ചത്. ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം റെഡ് വോളണ്ടിയർ പരേഡ് നയിക്കുക എന്നാൽ ഇന്ത്യൻ സേനയെ നയിക്കുന്നത് പോലെയുള്ള അഭിമാനകരമായ മുഹൂർത്തമാണ്. കോളേജ് ജീവിതം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരലങ്കാരത്തിന് വെച്ച താടിയാണ് അരുൺകുമാർ പിന്നിലുപേക്ഷിച്ചത്. 15,000-ലധികം വരുന്ന വോളണ്ടിയർമാർ പങ്കെടുക്കുന്ന പരേഡാണ് അരുൺകുമാറിൻ്റെ ക്യാപ്റ്റൻസിയിൽ അടിവെച്ച് നീങ്ങാൻ പോകുന്നത്. പാർട്ടി നൽകുന്ന ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ശാരീരികമായി ഒന്ന് ക്രമപ്പെടുത്തി മാനസികമായി തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത്രേ ഈ താടി വടിക്കൽ. പാർട്ടി തീരുമാനം വന്നു, അംഗീകരിച്ചു. പിന്നെ ദീക്ഷ ഉപേക്ഷിക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പായിരുന്നു. കൂടെയുള്ളവരെല്ലാം ആത്മവിശ്വാസത്തോടെ പിന്തുണ നൽകി. ഒരു സഖാവ് താടി വടിക്കുന്നതിന് എന്തിനാ മറ്റുള്ളവർ ആത്മവിശ്വാസത്തോടെ പിന്തുണ നൽകുന്നത് എന്നാണ് അറിയാത്തത്. താടി വെച്ച വോളണ്ടിയർമാർ പരേഡ് നയിക്കരുത് എന്ന് പാർട്ടിയുടെ ഭരണഘടന 16-ാം പേജിൽ പറയുന്നുണ്ടോ എന്തോ. താടി ഉപേക്ഷിച്ചാൽ സഖാക്കൾക്ക് ആന്തരികമായ പരിവർത്തനം ഉണ്ടാകും പോലും. വിപ്ലവത്തിൻ്റെ ഓരോരോ വയറ്റിപ്പിഴപ്പ് സിദ്ധാന്തമെന്നല്ലാതെ ഇതൊക്കെ ആരോട് പറയാൻ? ഇതേ മുഖം തുടരണമോ എന്ന കാര്യവും പാർട്ടി തീരുമാനിക്കും. വെള്ളിമൂങ്ങ എന്ന സിനിമയും പാഷാണം ഷാജിയും വീണ്ടും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് തള്ളിക്കയറി വരികയാണ്. പാർട്ടി മേയർ പദവിയെങ്കിലും നൽകിയിട്ടാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ട് ഓലക്കാലും ശീലക്കാലും ചവിട്ടിച്ചത്. ഈ അരുൺകുമാറിൻ്റെ ജീവിതം ചാനലുകളിൽ വന്നിരുന്ന് തേഞ്ഞു തീരുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഈ ചെറുപ്പക്കാരനെ പാർട്ടി പരിഗണിച്ചില്ല. അരുൺകുമാറിനെ പോലെയുള്ള ന്യായീകരണ കമ്മികൾ ഉത്തര കൊറിയയിലോ ക്യൂബയിലോ പോലും ഉണ്ടായെന്നും വരില്ല. ഇതെന്തോ പാർട്ടി നൽകിയ വലിയ ചുമതലയാണെന്നാണ് ഈ പാവം ധരിച്ചു വച്ചിരിക്കുന്നത്. ADGPയുടെ റാങ്കിലാണ് താൻ ഇപ്പോഴെന്നാണ് അരുൺകുമാർ കരുതുന്നത്. അഭിമാനം കൊണ്ട് ആ മുഖം തിളങ്ങുകയാണ്. വേഷം കെട്ടിക്കാനും കോക്കാമ്പീച്ച് കാണിക്കാനും പാർട്ടി ഇത്തരം സഖാക്കളെ ചുമതലപ്പെടുത്താറുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മറുകണ്ഠം ചാടി വരുന്നവർ സ്ഥാനാർത്ഥിയാകും. ജീവിതകാലം മുഴുവൻ അടിമയായി ജീവിക്കാൻ പ്രതിജ്ഞയെടുത്ത അരുൺകുമാർ പരേഡിൻ്റെ ഒടുവിൽ പിണറായിക്കും ഗോവിന്ദനും സല്യൂട്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ടാകും. കഴിഞ്ഞ 7-8 വർഷമായി പാർട്ടിയും പിണറായി വിജയനും കാട്ടിക്കൂട്ടുന്ന നെറുകേടുകളെയെല്ലാം ന്യായീകരിക്കാനായി ചാനലുകൾ കയറിയിറങ്ങുന്ന അരുൺകുമാറിനെ ഇതാ പാർട്ടി ചിത്രവധം ചെയ്തിരിക്കുന്നു. BRM ഷബീറും മാങ്കൂട്ടത്തിലും ചാമക്കാലായുമൊക്കെ ചാനലുകളിലേക്ക് വിശന്ന് കയറി വരുമ്പോൾ പാർട്ടി അവർക്ക് കടിച്ചുടച്ച് തിന്നാനിട്ട് കൊടുക്കുന്ന ഒരിര മാത്രമാണ് ഈ സാധു അരുൺകുമാർ. അല്ലെങ്കിലും ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നവർക്ക് പാർട്ടി ഇത്തരത്തിൽ ശിക്ഷാവിധികൾ നൽകാറുണ്ട്. അരുണ് താടി വടിച്ചിട്ട് 20 വർഷമായി എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 20-ാം വയസ്സിൽ താടി വളർന്നു തുടങ്ങി. അപ്പോഴീ യുവ നേതാവിൻ്റെ പ്രായം എത്രയായിരിക്കും? അരുണിൻ്റെ ഈ താടിവടി ചരിതം വാർത്തയാക്കാൻ മത്സരിച്ച ചാനലുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിജീവി ഗണത്തിൽപ്പെടുന്ന സഖാക്കൾക്ക് മാത്രമേ പാർട്ടി സൈദ്ധാന്തിക ദീക്ഷ സ്വീകരിക്കാൻ അനുവാദം നൽകൂ. പാർട്ടി പറഞ്ഞാൽ ഏത് റോളും കൈകാര്യം ചെയ്യാൻ മനസ്സുള്ള ഇത്തരം ചെറുപ്പക്കാരാണ് ഞങ്ങളുടെ മുതൽ. വടിച്ചാലും കിളിർക്കുന്നതാണ് പൂട. പാർട്ടി പറഞ്ഞാൽ വടിക്കുക എന്നതാണ് കമ്മിധർമ്മം.